ചിക്ക് ബലത്തതല്ല, ചിക്ക് പൗത്താന്ന്. ചിക്ക് പൗത്ത രണ്ടിലേ കവറിലിട്ടിട്ട് വെച്ചിട്ടുണ്ട് കൂട്ടിട്ട്. അതില്ലെങ്കിൽ ബാധൽ തിന്നല്ലേ ബാധല്. മുടിയെടുത്തിട്ട് വന്ന് നല്ല അടിപൊളി മുടിയെടുത്തത് എല്ലാവരും കണ്ടതാ. നോക്കെ ബേക്കൊക്കെ ബേക്കൊക്കെ നല്ല മോഡലാക്കി തോന്നി മുടിയെടുത്ത്. ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്കും നല്ല സുഖം. അപ്പോൾ ഇന്നത്തെ വിശേഷം അല്ലെങ്കിൽ നമ്മളെ നാലാമത്തെ നോമ്പിൻ്റെ വിശേഷമാണ്. അപ്പോൾ ഇൻഷാ അല്ലാ പതിവ് പോലെ ഞാൻ അസർ നിസ്കാരം ഓത്തും എല്ലാം കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്നു. അപ്പോൾ ഇന്ന് വിചാരിച്ചു കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ തലേ ദിവസം കിട്ടിയ ചെമ്മീൻ അത് നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് കഴുകി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഫസ്റ്റ് മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് ഞാനിതാ 4 നീരുള്ളിയും പിന്നെ 2 തക്കാളിയും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ ഓൾറെഡി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിനല്ലോ അതും പിന്നെ അങ്ങനെ കുറച്ച് ഇത് അപ്പം ചൂടാന്ന് വിചാരിച്ചു. കുറേ അല്ല, ഇങ്ങനെ മുട്ടേൻ്റെ സമൂസ ഉണ്ടാക്കാം. മുട്ടേൻ്റെ സമൂസ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതും ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കുന്ന മുർത്തബക്ക് ഞാൻ തന്നെ ഉണ്ടാക്കലാണ്. എന്തില്ലെങ്കിൽ എൻ്റെ റെസിപ്പിയിൽ ഞാൻ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാകുന്ന നല്ലോണം എന്തില്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ടേസ്റ്റിലാണ് ഞാനത് ഉണ്ടാക്കല്. ഞാൻ 2-3 പ്രാവശ്യം അത് ഉണ്ടാക്കി നോക്കി. നല്ല ഈസിയൊക്കെ നല്ല ടേസ്റ്റും ഉണ്ട്. അതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ചെമ്മീൻ ബിരിയാണി അങ്ങനെ ഞാൻ ഈസിയിൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. ചെമ്മീൻ ബിരിയാണിക്ക് ഞാൻ കുറേ മസാല അങ്ങനെ ഇങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കാല. നല്ലോണം മസാല ഒന്നും ഇട്ട് കൊടുക്കാല. ഒരു എന്തെങ്കിലും മീനെല്ലാം നമുക്ക് ഇത് വലിക്കാനൊന്നും ഇല്ലല്ലോ, മസാല വലിക്കാൻ അങ്ങനെ ഇങ്ങനെ ഒന്നും ഇല്ലല്ലോ. ചിക്കന് മട്ടന് ബീഫെല്ലാം എങ്കിലും നമ്മൾ എത്ര മസാല ഇട്ടെങ്കിൽ ആ മസാല വലിച്ചെടുക്കും. പക്ഷെ മീൻ അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ മീനിനെ അധികം ഏത് മീൻ കിട്ടിയെങ്കിലും ഞാനങ്ങനെ മസാല ഇട്ടിട്ട് ബിരിയാണി അങ്ങനെ വെക്കല്ല. സാധാരണ പിന്നെ ഒരു ഗരം മസാല മാത്രം അങ്ങനെ ഇട്ടിട്ട് കൊടുക്കും. അങ്ങനെ മുട്ട 4 മുട്ട വെച്ചെങ്കിൽ 8 പീസായില്ലേ. ഇത് ധാരാളം. ഞങ്ങൾക്ക് 4 ആൾക്ക് 2 പീസാകുമ്പോൾക്ക് നല്ല ധാരാളമാണ്. പിന്നെ അങ്ങനെ കുറേ എണ്ണക്കടിയൊന്നും അങ്ങനെ കഴിക്കൊന്നും ചെയ്യാല. ഫ്രൂട്ട്സ് മാത്രം അങ്ങനെ കുറച്ച് കഴിക്കും. പിന്നെ ചെമ്മീൻ നല്ല വലിയ ചെമ്മീൻ നല്ലതുപോലെ കഴിയിട്ട് അതിൻ്റെ ഇതെല്ലാം എടുത്തിട്ട് വെച്ചതാണ്. ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചത്. അതിലേക്ക് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സാക്കിയിട്ട് എടുക്കും. മിക്സാക്കിയിട്ട് പിന്നെ ഞാൻ മുളക് പൊടിയൊന്നും ഇടാറില്ല, മസാലയ്ക്കൊന്നും ഇടാറില്ല. ഈ ഫസ്റ്റ് മീൻ ഫ്രൈ ആക്കുമ്പോൾ മാത്രം ഞാനങ്ങനെ ഒരു 2-3 സ്പൂണ് മുളക് പൊടിയും പിന്നെ ഗരം മസാല പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് പൊടിയും ഇട്ടിട്ട് നല്ലതുപോലെ ഒരു മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ഇത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കും. നല്ലതുപോലെ ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അല്ലെങ്കിൽ ഒരു വെള്ളം പോലെ അങ്ങനെ ഫ്രൈ ആക്കിയിട്ട് ഇട്ടൂടെ. നല്ലതുപോലെ ഡ്രൈ ആക്കിയിട്ട് അങ്ങനെ പൊരിച്ചിട്ട് എടുക്കണം. അപ്പോൾ അൽഹംദുലില്ലാ 4ാമത്തെ നോമ്പല്ലേ. 4ാമത്തെ നോമ്പ് മുറിച്ചിട്ടില്ല. 4ാമത്തെ നോമ്പ് നമ്മൾ വായിലുണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാ ഖൈറിലാക്കട്ടെ പഠിച്ചോന്. ഇത് നോമ്പ് തീറോളം റാത്തിലെ തടിക്ക് ഒരു അസുഖം ഇല്ലാണ്ട് ആരോഗ്യത്തോടെ നോമ്പ് നോക്കാൻ അള്ളാ എല്ലാവർക്കും ആരോഗ്യത്തിന് ആഫിയത്തിന് കൊടുക്കട്ടെ. അങ്ങനെ നല്ലതുപോലെ ഇത് മിക്സ് ആക്കിയിട്ട് എടുക്കണം. വലിയ ചെമ്മീനാകുമ്പോഴേക്കില്ലേ നമുക്ക് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. ചെറിയ ചെമ്മീൻ അങ്ങനെ അത്ര ഇതാകുന്നില്ലല്ലോ. വലിയ ചെമ്മീൻ അങ്ങനെ നല്ലത് പോലെ ഇങ്ങനെ മുളക് പിടിക്കുന്നൊന്നുമില്ലല്ലോ. എനിക്കിങ്ങനെ നല്ലതുപോലെ മുളെല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ കിട്ടണം വലിയ ചെമ്മീനിലേക്ക്. അങ്ങനെ അത് നല്ലതാണ്. നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത് എടുക്കണം.
എല്ലാവരും വിചാരിക്കും ചെമ്മീൻ ബിരിയാണി വെക്കാൻ എന്തേത് പറയാൻ എന്തുള്ളത് ഈസി അല്ലേ, ശരിയല്ല ഈസി അല്ല. പക്ഷെ ചെമ്മീൻ ബിരിയാണി വെച്ചെങ്കിൽ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ മസാല ഒന്നും അങ്ങനെ ഒന്നും ഇടൊന്നും ചെയ്യാല്ല ചെമ്മീൻ ബിരിയാണിക്ക്. അപ്പൊ ഞമ്മക്ക് മീനിന്റെ തന്നെ മീനിലേക്ക് മസാല അങ്ങനെ ഇങ്ങനെയുള്ള ഇട്ടെങ്കിൽ അപ്പൊ മീനിന്റെ ഇത് ഒരു സ്മെല്ല് വേറെ തന്നെ വരുന്നില്ല. ചെമ്മീൻ നാച്ചുറൽ ആയിട്ട് തന്നെ അതിന്റെ തന്നെ മണം കിട്ടുമ്പോ നല്ലൊരു ഇതല്ലേ. അപ്പൊ ഞാൻ മുമ്പേ അങ്ങനെ ഞാൻ ഈ മീനിന്റെ ഇത് ബിരിയാണി വെക്കുമ്പോ ഇനി ഇത് മസാല എല്ലാം ഉണ്ടാക്കുമ്പോക്കില്ലേ ഞാനതിലേക്ക് ഏത് മസാല നമ്മൾക്ക് കൊടുക്കാല്ല. ചിക്കൻ മസാല അങ്ങനെ ഇങ്ങനെയൊന്നും ഞാനിട്ടിട്ടൊന്നും കൊടുക്കൊന്നും ചെയ്യല്ല. ഞാൻ സാധാരണ ഗരം മസാല ഞമ്മ ഉണ്ടാക്കിയ ഗരം മസാലയില്ലേ അങ്ങനെ ഇതാക്കിയിട്ട് ഞാൻ അങ്ങനെ കൊടുക്കും. അങ്ങനെ ഇപ്പൊ ഞാൻ ഒരു പാൻ വെച്ചിട്ടില്ലേ, ഒരു പാത്രം വെച്ചിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഫസ്റ്റ് ഞാൻ ജിഞ്ചർ ഗാർലിക്കിന്റെ പേസ്റ്റ് ഇല്ലേ, പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അതിന്റെ പച്ചമണെല്ലാം മാറിയതിന് ശേഷം പിന്നെ ഒരു 2 തക്കാളി നല്ല വലിയ 2 തക്കാളി ഇട്ടിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ വെന്തതിന് ശേഷം നമ്മൾ പിന്നെ അതിലേക്ക് സവാള ഇത് ആക്കിയിട്ട് വെച്ച് ഫ്രൈ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ ആ സവാള ഞാൻ ഇതിലേക്ക് ഇത് ചെമ്മീൻ ഫ്രൈ ആക്കി ഇട്ട് കൊടുത്തത് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ആ സവാള ഇട്ടത് കൊടുക്കും. അങ്ങനെ മറ്റേ പാത്രത്തിലേക്കില്ല നല്ല പോലെ എണ്ണ കൂട്ടണം. എണ്ണ കൂട്ടിയിട്ട് ഇതില്ല നമ്മൾ നീരുള്ളി നല്ല ഫ്രൈ ആക്കിയിട്ട് എടുക്കാമല്ലോ. നീരുള്ളി ഫ്രൈ ആക്കിയിട്ട് എടുത്തെങ്കിൽ ഇതിലേക്ക് ഇപ്പോഴത്തെ ഞാൻ മസാല ആക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ചെമ്മീൻ ഫ്രൈ ആക്കി അത് ഇട്ട് കൊടുത്തിട്ടായിട്ട് നീരുള്ളി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മളെ മസാല റെഡി. പിന്നെ ഗരം മസാല വേണമെങ്കിൽ അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ വേറെ ഒന്നും ഇടണമൊന്നുമില്ല. തന്നെ നല്ല നല്ല പാങ്ങുണ്ടാകുന്നു അങ്ങനെ അപ്പോൾ ഞാൻ മുട്ട വെക്കുന്നില്ലേ, ഇത് മൈദ കുഴക്കാമെന്ന് വിചാരിച്ചു. അതിലേക്ക് ഞാനൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തു. ബട്ടർ നല്ല തണുപ്പോടെ തന്നെ ഇട്ട് കൊടുത്തെങ്കിലേ നമുക്ക് നല്ല നമ്മളെ മാവ് നല്ല ഒരു ക്രിസ്പി ആയിട്ട് കിട്ടുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പദമായിട്ട് കിട്ടാല്ല. നല്ല തണുത്ത ബട്ടർ ഇട്ട് കൊടുത്തെങ്കിൽ അങ്ങനെ തണുത്ത വെള്ളം കൂട്ടുന്നതിന് പകരം തണുത്ത ബട്ടർ ഇട്ടിട്ട് കൊടുത്താൽ കഴിയും. അതിലേക്ക് ഒരു നീരുള്ളി, പിന്നെ ഒരു കാപ്സിക്കത്തിൻ്റെ കണ്ടും, ഒരു തക്കാളി, പിന്നെ ഒരു പച്ചമുളക് ഇട്ടിട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഇതിലേക്കുള്ള ചിക്കന് മിക്സിയിൽ പച്ച ചിക്കൻ അടിച്ചിട്ട് അങ്ങനെ കൊടുത്തിട്ടാണ് ഞാൻ ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് കൊടുത്തത്. എനിക്ക് പച്ച ചിക്കൻ അങ്ങനെ കൊടുത്തിട്ടാകുമ്പോഴേക്കില്ല നമ്മളെ മറ്റേ മോമോസ് തിന്നുന്നില്ല ആ ഒരു ഫീല് കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ നല്ല വേറൊരു നല്ല ടേസ്റ്റ് കിട്ടുന്നു. പിന്നെ ഞാൻ അതിലേക്ക് മയോണൈസും പിന്നെ കച്ചപ്പും അങ്ങനെയെല്ലാം കൊടുക്കലുണ്ട്, ഇതാക്കിയിട്ട് കൊടുക്കില്ല. പിന്നെ ഞാൻ ഒരിക്കൽ അതിങ്ങനെ മാവ് ചണ്ടിയായി പോകുന്നില്ല. ഈ തണുത്തയിലിങ്ങനെ നമ്മൾ മാവ് കുഴച്ചിട്ടാകുമ്പോഴേക്കില്ലേ മാവ് ഇങ്ങനെ ഇതാകുന്നില്ല. ഈ മുട്ടൻ്റെ കൊള്ളുമ്പോഴേക്ക് മാവ് ഇങ്ങനെ അലിഞ്ഞിട്ട് പോകുന്നില്ല. അങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ കുറേ പ്രാവശ്യം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. ഒരു 10 മിനിറ്റ് ഇല്ലേ മൈദ മാവ് നല്ലതുപോലെ കുഴച്ചിട്ട് വെക്കണം. തണുത്ത വെള്ളത്തിൽ തന്നെ കുഴച്ചാൽ മതി. നമ്മൾ തണുത്ത ബട്ടർ ഇട്ടതല്ലേ, അപ്പോൾ സാധാരണ വെള്ളമില്ല, സാധാരണ വെള്ളത്തിൽ തന്നെ കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് കുറച്ച് ഉപ്പും കൂട്ടിയിട്ട് കുഴച്ചിട്ട് വെച്ചിട്ടായിട്ട് പിന്നെ ഇങ്ങനെ പരത്തിയിട്ട് എടുക്കാം. നല്ല തണുപ്പായത് കൊണ്ട് നല്ല ഒരു മൈദ എല്ലാം നല്ല ഒരു തിക്കായിട്ട് കിട്ടും, ലൂസാവല തണുത്തതായത് കൊണ്ട്. അങ്ങനെ ഇങ്ങനെ പരത്തി കൊടുത്തിട്ടായിട്ട് പിന്നെ മുർത്തബക്ക് ചൂടാൻ എല്ലാവർക്കും അറിയാമല്ലോ. നല്ല ഞാൻ സിമ്പിളായിട്ട് ചൂടുന്നത്, എൻ്റെ ഒരു ഐഡിയയിൽ അങ്ങനെ ചൂടുന്നത്. പിന്നെ ഒറിജിനൽ അങ്ങനെ ചുടുന്നതല്ല, ഞാൻ സാധാരണ ചുടുമ്പോഴത്തെ അങ്ങനെ ചുടുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു, നല്ല ഉണ്ടാകുന്നത് ഇങ്ങനെ കഴിക്കുമ്പോഴേക്ക് നല്ല രസം ഉണ്ടാകുന്നു. പിന്നല്ലേ എനിക്ക് പറയാനുണ്ടെങ്കിലേ കുറേ ഞമ്മ മുട്ട ഇതാക്കണ്ട. പിന്നെ ഞാനിപ്പോൾ ഒരു നീരുള്ളിയും ഒരു തക്കാളിയും പിന്നെ 2 കഷ്ണം ചിക്കന്, ഒരു പച്ചമുളകിന് ഞാൻ ആകെ 3 മുട്ട തന്നെയാണ് എടുത്തിരുന്നത്. പിന്നെ കുറേ മുട്ട ആകുമ്പോഴേക്ക് ഞമ്മക്കില്ലേ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഒഴിഞ്ഞ് പോകും. മുട്ടൻ്റെ ഇതാകുമ്പോഴേക്ക് നമുക്ക് നല്ലതുപോലെ അടിച്ചിട്ടേക്കില്ല കുറച്ച് നേരം സൈഡിൽ ഇങ്ങനെ അടിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുറേ സമയം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. നമ്മൾ ഉണ്ടാക്കിയ പാടുന്ന ഉണ്ടാക്കണം. പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ എണ്ണ ഉണ്ടാക്കി വെച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ മുട്ടൻ്റെ സമൂസ എങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട്.
ഞാൻ ഫസ്റ്റ് എൻ്റെ ആങ്ങളുടെ ആട്ടിനാണ് കഴിച്ചിരുന്നത് മുട്ട സമൂസ. നല്ല അടിപൊളി ടേസ്റ്റ്. നമ്മൾ ചിക്കൻ അകത്തില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് മുട്ടേൻ്റെ സമൂസ. അങ്ങനെ ഇതാ ബാങ്ക് കൊടുക്കാനായി, എല്ലാം തിരക്കായി. അസർ കഴിഞ്ഞിട്ട് നമ്മ കിച്ചണിലൊക്കെ ഇറങ്ങിയെങ്കിൽ നമുക്ക് സമയമില്ല. പിന്നെ ഷമാമ ഉണ്ടായിരുന്നു, ഷമാമ ജ്യൂസാക്കി. പിന്നെ കുറച്ച് റൂബ്സ ജ്യൂസ് ഉണ്ടാക്കി. പിന്നെ പിന്നെ നമുക്ക് പൊണ്ടത്തിൻ്റെ ജ്യൂസ് പിന്നെ ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഞാൻ അത് ആക്കി. പിന്നെ ഇത് കസ്കുസും കായും ഇട്ട അങ്ങനെ ജ്യൂസ്. അങ്ങനെ തിരക്കിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ ചെമ്മീൻ ബിരിയാണീൻ്റെ വെള്ളം തിളക്കുന്നുണ്ട്. വെള്ളം തിളച്ച് ഞാൻ നീരുള്ളി കായ്ച്ചിട്ടില്ലേ, അതിലേക്ക് തന്നെ ഞാൻ വെള്ളം കൂട്ടിയത്. ഞാൻ ഒന്നരപ്പാട്ട ഒരു അരിയാണ് വെക്കുന്നത്. ഒന്നരപ്പാട്ട അല്ലെങ്കിൽ അരക്കിലോ പിന്നെ അരപ്പാട്ട 3/4 കിലോ ആയി. അങ്ങനെ അത്താഴത്തിലോളം ഉണ്ടതാണ് നമ്മൾ. പിന്നെ അത്താഴത്തിന് ആദ്യം വേറെ വെക്കൊന്നും ചെയ്യല, അപ്പോൾ ഇതന്നെ സമാക്കാന്ന് വിചാരിച്ച്. അപ്പോൾ ഈ റൈസ് ഇല്ല, നല്ല അടിപൊളി അരിയാണ് നമുക്ക് കിട്ടിയത്. ഇത് ഞാൻ ഇത് തെരുവത്തൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയത്. നല്ല റൈസ് ഈ അരി നല്ല ഉണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ചോറ് ഇവിടെ റെഡി. ഇതൊക്കെ തന്നിടുന്ന ഞാൻ പിന്നെ ബിരിയാണിക്ക് തന്നിടത്തില്ല, നല്ലോണം അരി വേവിക്കല. ഒരു മീഡിയം പോലെ കുറച്ച് വെള്ളത്തോടെയാണ് ഞാൻ അതിനെ വേവിച്ചെടുക്കൽ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ദമ്മിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ഇതിൽ വെച്ച് കൊടുത്തു. മാഷാ അല്ലാ, ഞാൻ വാങ്ങി ഇത് പോട്ടില്ലേ, നല്ല അടിപൊളി, നല്ല ചോറെല്ലാം വെക്കാൻ നല്ല ഇതുണ്ട്. നമുക്ക് ദമ്മിടാൻ വേറെ ഇതൊന്നും വേണ്ട. ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഈ പാത്രത്തിന്. അപ്പോൾ ഇതിൽ തന്നെ എല്ലാം ദമ്മെല്ലാം ഇട്ടെങ്കിൽ നല്ല ഒരിതാണ്, നല്ല ചോറായി. അതുപോലെ നമുക്ക് കിട്ടിയ അരി നല്ല അരിയാണ്. നല്ല നമുക്ക് കഴിക്കുമ്പോഴേക്കല്ലേ നമ്മളൊരു പുട്ട് തിന്നും പോലത്തെ ആ ഒരു ടേസ്റ്റാണ് അരിക്ക് കിട്ടുന്നത്. നല്ല തനിമരിനെക്കാട്ടിയെല്ലാം നല്ല അടിപൊളി അരിയാണിത്. പുട്ടെന്നല്ലെങ്കിൽ ചിലവർക്ക് മനസ്സിലാവില്ല, പത്തിൻ്റെ പുട്ടെന്ന് അങ്ങനെ വിചാരിക്കും. അതുപോലല്ല, നമ്മൾ ആവിയിൽ വേവിച്ചിടുന്ന പുട്ടില്ലേ, ഉണ്ടാക്കി കഴിക്കുന്നില്ല, ആ ഒരു ടേസ്റ്റാണ് ഈ അരിക്ക് ഉണ്ടത്. നല്ല അടിപൊളി. ഇൻഷാ അല്ലാ ഞാൻ ഇനി ഷോപ്പിലുണ്ടെങ്കിൽ ഈ അരി വാങ്ങണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. ഞാൻ അവർ നല്ല അരിയലത്ത് നമുക്ക് തന്നത്. മാഷാ അല്ലാ, നമ്മൾ തോപ്പിച്ചിട്ട നല്ല അടിപൊളി അരിയാണ്. അങ്ങനെ ഇതാ 4ാമത്തെ നോമ്പ് തുറക്കുള്ള തയ്യാറെടുപ്പിലാണ്. അൽഹംദുലില്ലാ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി നമുക്ക് ഇതുപോലെ നോമ്പ് നോക്കാനും തുറക്കാനും എല്ലാം തരിക. ആഫിയത്തിന് ആരോഗ്യത്തിന് തെറ്റ്. അപ്പോൾ ഇൻഷാ അല്ലാ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.